വാക്യമുണ്ട്, ചെറിയ ആരംഭത്തെ തുച്ഛീകരിക്കാൻ കഴിയും. God will not despise the humble beginnings. ചെറിയ ബിഗിനിങ്ങാണ്, എങ്കിലും അതിന് ദൈവം ഒരിക്കലും തുച്ഛീകരിക്കുന്നില്ല. നമ്മൾ അറിയത്തില്ല, നമ്മുടെ ഇരിക്കുന്ന ഈ പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ച പ്രിയപ്പെട്ടവർ ഇന്ന് വളരെ ലാഘവത്തോടുകൂടിയാണെങ്കിലും അവരുടെ ഭാവി വർഷങ്ങൾ കഴിയുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് പ്രതീക്ഷിക്കത്തില്ല. ദൈവത്തിൻ്റെ അത്ഭുതകരം ഓരോ കുട്ടികളെയും അവിടെ നിന്ന് വഴിയുള്ള ദൈവം സഹായിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ പ്രോഗ്രാമിൽ ഞങ്ങൾക്ക് വന്ന് സംബന്ധിക്കുവാൻ വളരെ തികച്ചും യാദൃശ്യകരമായിട്ടാണ്. ഇത് ഞാൻ പ്ലാൻ ചെയ്തൊന്നുമല്ല, ജസ്റ്റ് ഇറ്റ് ഈസ് തികച്ചും യാദൃശ്യകരമായി. പിന്നെ നിങ്ങളുടെ മുന്നിൽ വരുവാൻ നിങ്ങളുടെ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്നതിനൊക്കെ ലഭിച്ച ഭാഗ്യത്തിനായി ഞാൻ എല്ലാവരും സ്തുതിക്കുകയും വാഴ്ച ചെയ്യുന്നു. പ്രിയ റോബർട്ട് അങ്കിളുമായിട്ട് ഞങ്ങൾ കാഷ്വലായി സംസാരിച്ച് പറഞ്ഞു, എൻ്റെ മകന് അബുദാബിയിൽ വന്നിട്ടുണ്ട്. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഓൾമോസ്റ്റ് 10 years ago ഞങ്ങൾക്ക് ഒരുമിച്ച് കാണുവാനും പരിചയപ്പെടുവാനും മൂത്ത ബ്രദറൊക്കെ ഡ്രൈവ് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല നല്ല ദിവസങ്ങൾ ഞാൻ ഓർക്കുന്നു. അദ്ദേഹം വന്നിട്ട് അറിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോടൊന്ന് കാണുകയും ഒരു കൈ പറയുകയൊക്കെ ചെയ്യാനുള്ള ഒരവസരം ലഭിക്കുന്നു. അദ്ദേഹത്തിന് വിലപ്പെട്ടതാണ്. അതിനായി സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെയും കർത്താവ് തന്റെ ജോലി കൊണ്ട് ഞങ്ങളുടെ പേരിലൊക്കെ അനുഗ്രഹിക്കുന്ന ഒരു നന്ദിയോടെ സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിന് വരുന്ന അതൊരു വാക്കുണ്ട്, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക, അതിന് പോലും നമ്മൾ പലപ്പോഴും ചെറിയ കാര്യങ്ങൾ അത്ര ഗൗരവപ്പെടുന്നത്. പക്ഷെ ഓർത്തോളണം, അത് വർഷങ്ങൾ കഴിയുന്നതോറും പലപ്പോഴും ദൈവം അതിനെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഇട്ട് 100ൽ കൂടുതലായിട്ടായിരിക്കും അതിൻ്റെ ഫലം കടന്നു വരുവാനായിട്ട്. നമ്മുടെ ദൈവത്തിൻ്റെ എക്കോണമി വളരെ വ്യത്യസ്തമാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല ദൈവം. നമ്മുടെ പ്രവൃത്തികൾക്കെല്ലാം ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നിന്റെ തലയിൽ തലമുടി ഒന്ന് കൊഴിഞ്ഞു പോയാൽ അതും ഞാൻ അറിയാതെ എന്ത് ചെയ്യുന്നില്ല. നമ്മളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? മാത്രം നമ്മൾക്ക് വേണ്ടി നമ്മളെ സൂക്ഷ്മതയോടെ വീക്ഷിക്കുന്ന, നമ്മൾക്ക് വേണ്ടി കരുതുന്ന ഒരു സ്വർഗീയ പിതാവ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ പല പ്രോഗ്രാമിനും വളരെ സന്തോഷം തോന്നി. 5 വർഷം മുമ്പുണ്ടായിരുന്ന 15 വർഷം മുമ്പുണ്ടായിരുന്ന ആരാധനയും ഇപ്പോഴത്തെ ആരാധനയൊക്കെ സമകാലികമായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ അത് വളരെ ചിന്താർഹികമാണ്. അപ്പോൾ തന്നെ ന്യൂസ് വായിച്ചവർക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സ്തോത്രം. പ്രോഗ്രാം അനുഗ്രഹിക്കട്ടെ. ഭാരപ്പെടുന്ന വിശാലമാക്കുന്നത് ദൈവമാണ്, കർത്താവാണ് വിശാലമാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി ഇപ്പോൾ ഈ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു ഫൗണ്ടേഷൻ, ആ ഫൗണ്ടേഷനിലെ ആ കല്ലുകളെ ആരും പിടിയിട്ടാണ് റോബർട്ട് ബ്രദർ ഫാമിലിയെ വിളിച്ച് ഓർക്കുന്നു. അവിടെ കർത്താവിൻ്റെ നാമത്തെ സ്നേഹിച്ച് അവൻ്റെ നാമത്തിന് മഹത്വം വേണ്ടി പ്രവർത്തിക്കാൻ പറയുന്നത് ഇവിടെയല്ല വരുന്നത്. ഒരു ദിവസം അത് വാസ്തവമായി നിത്യതയ്ക്ക് അപ്പുറത്ത് പ്രത്യക്ഷപ്പെട്ടു വരുന്നത് സത്യമാണ്. അതുകൊണ്ട് അവൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുമെന്നാണ്. അല്ലെങ്കിൽ നാളെ നമ്മൾ വിതയ്ക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അറ്റ്ലീസ്റ്റ് നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചുമക്കൾക്ക് ആ കാര്യം അനുഭവിക്കാതെ സ്വർഗം വിട്ടു തുടങ്ങി. എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് കൊടുത്താൽ പോലും ആ പ്രതിഫലം ഇവിടെ വെച്ച് 100 മടങ്ങ് ഷുഗർ ഗ്യാരണ്ടി നിത്യത നമുക്ക് പറയാൻ വേണ്ടി സഹായിക്കട്ടെ. പ്രോഗ്രാം സംബന്ധിച്ച് എല്ലാ പ്രിയപ്പെട്ടവർക്കുള്ള അനുമോദനം അർപ്പിക്കുന്നു. പ്രിയ സിസ്റ്റേഴ്സൊക്കെ നല്ല ഭാവിയിൽ ഇവിടുത്തെ ന്യൂസ് റീഡേഴ്സൊക്കെ ആകണമെന്നാണ് ഞാൻ ആശംസിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവിനെ കൊണ്ട് അസാധ്യമായിട്ടുള്ള ഒന്നുമില്ല. സകലതും സാധ്യമായിരിക്കുന്ന കരങ്ങളാണ്. ആ ബലമുള്ള കരങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക? താണിരിക്കുക മാത്രം ചെയ്യുക. താഴ്മയ്ക്കും നമ്മുടെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ധനമുണ്ട്, മാനമുണ്ട്, പുരാതന സമ്പത്തുണ്ട്. ഇതാരാണ് പ്രാപിച്ചെടുക്കുന്നതാണ് വിഷയം. അത് പ്രാപിച്ചെടുക്കുന്ന മിസ്റ്ററികൾ, രഹസ്യങ്ങൾ, മർമ്മങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ദൈവത്തിന്റെ നമ്മളെ സഹായിക്കട്ടെ. സമയത്തിന്റെ പക്വതയിരിക്കുന്നു. ഇപ്പോൾ തന്നെ സമയം 10 മണിയൊക്കെ ആറാകുന്നു. ബിഷപ്പിന്റെ വിളികളൊക്കെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ
സംശയം ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ വാക്കുകളിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവത്തെ സഹായിക്കും.